കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസം ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തീർത്തും ആധികാരികമായി ഡിസൈൻ ചെയ്തൊരു കോഴ്സാണിത്. ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോൺവെർസേഷൻ മെത്തേഡിലൂടെ വളരെ എഫക്റ്റീവായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. PDF ഫയൽസ് വാങ്ങിയുള്ള എല്ലാ സ്റ്റുഡൻസും ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഈ രണ്ട് സെന്റൻസുകളും വായിക്കാം. They decided to come. അവര് വരുവാൻ തീരുമാനിച്ചു എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. They decided. ഇനി ഈ സെന്റൻസ് നോക്കുകയാണെങ്കിൽ they decided not to come. ഇവിടെ അർത്ഥം മാറുന്നുണ്ട്. They decided not to come എന്ന് പറഞ്ഞാൽ അവർ വരാതിരിക്കാൻ തീരുമാനിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ആഡ് ചെയ്യുമ്പോൾ തീർത്തും വ്യത്യസ്തമായ മീനിങ് ആണ് ലഭിക്കുക. ഈ 4 സെന്റൻസുകൾ കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം പ്രൂഫോട് കൂടി കേംബ്രിഡ്ജ് പ്രൂഫോട് കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ സെന്റൻസ് വായിക്കാം. They decided to inform them. അവരെ ഇൻഫോം ചെയ്യാൻ തീരുമാനിച്ചു. They decided not to inform them. അവരെ ഇൻഫോം ചെയ്യാതിരിക്കാൻ അവർ തീരുമാനിച്ചു. They decided to go there. അങ്ങോട്ട് പോകാൻ അവർ തീരുമാനിച്ചു. They decided not to go there. അങ്ങോട്ട് പോകാതിരിക്കാൻ അവർ തീരുമാനിച്ചു. ഇനി ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. They decided. അവർ തീരുമാനിച്ചു. നെഗറ്റീവ് ആക്കുമ്പോൾ they didn't decide. അപ്പോൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡിഡ് ഫ്രണ്ടിലോട്ട് വരണം. Did they decide? Did they decided അല്ല, did they decide? അവർ തീരുമാനിച്ചോ അങ്ങോട്ട് പോകാതിരിക്കാൻ? Did they decide not to go there? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അവരെ ഇൻഫോം ചെയ്യാതിരിക്കാൻ അവർ തീരുമാനിച്ചോ? Did they decide not to inform them? ഇനി തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരം സെന്റൻസുകൾ റിയൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പം അതിന് കേംബ്രിഡ്ജ് പ്രൂഫോട് കൂടി നമുക്ക് കുറച്ച് സെന്റൻസുകൾ പഠിക്കേണ്ടതുണ്ട്. ഈ മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. PDF ഫയൽസോ അല്ലെങ്കിൽ ബുക്സോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക. I work in a travel agency now. ഒരു ട്രാവൽ ഏജൻസിയിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. Before that I worked in a department store. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാണ് ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. സ്റ്റുഡൻസിന് സംശയം വരാൻ ചാൻസ് ഉള്ള കാര്യം, ഇവിടെ I am working in a travel agency now എന്നല്ലേ പറയണ്ടേ എന്നൊരു സംശയം വന്നേക്കാം. ടെമ്പററി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് I am working in a travel agency now എന്നാണ്. പക്ഷേ പെർമനന്റ് ആയ കാര്യമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് I work in a travel agency now എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ആണ്. അതിന്റെ കാരണം എന്താ? ഇതിനു മുൻപ് ഞാൻ വർക്ക് ചെയ്തത് ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ പാസ്റ്റ് സിമ്പിൾ ഉപയോഗിച്ചു, അതായത് വെർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചു. ഇവിടെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചത്, സെക്കൻഡ് ഫോം. നമുക്ക് ശ്രദ്ധിക്കണം. We invited them to our party but they decided not to come. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു അവരെ പാർട്ടിയിലേക്ക്, പക്ഷേ അവർ എന്ത് ഡിസൈഡ് ചെയ്തു? വരണ്ട എന്ന് ഡിസൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട സെന്റൻസുകൾ തന്നെയാണ്. ചെറിയ ലെറ്റേഴ്സ് ആയതുകൊണ്ട് കാണാൻ സാധ്യതയില്ല, എന്നാലും അതൊന്ന് കേൾക്കാം. The police stopped me on my way home last night. ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ പോലീസ് സ്റ്റോപ്പ് ചെയ്തു. ഇതിനോട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് They asked me to blow into the breathalyzer. അവര് എന്നോട് ബ്രെത്തലൈസറിലേക്ക് ഊതാൻ പറഞ്ഞു. ബ്ലോ, ഊതുക എന്നർത്ഥം. They asked me to blow into the breathalyzer. ബ്രെത്തലൈസർ, ബ്രീത്ത്, ബ്രെത്ത്, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് വെറും 2 സെക്കൻഡ്. ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറും 100 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് 82815556 എന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ക്വാളിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. 500 രൂപ മാത്രമേ അതിന് ചാർജ് വരുള്ളൂ. ബ്രെത്തലൈസർ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. എ ഡിവൈസ് യൂസ്ഡ് ബൈ ദ പോലീസ് to measure the amount of alcohol in a driver's breath. ഇത് ബ്രീത്ത് എന്നല്ല ഉച്ചരിക്കേണ്ടത്, ബ്രെത്ത്. ബ്രീത്ത് എന്ന് പറയുന്നത് ഇതാണ്. സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഈ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രീത്ത് എന്ന് ഉച്ചരിക്കുക. ശ്വസിക്കുക എന്നാണ് അർത്ഥം. ഇത് വെർബാണ്, ഇത് നൗൺ ആണ്.
ഡ്രൈവേഴ്സ് ബ്രെത്ത്, ഡ്രൈവറിൻ്റെ ശ്വാസത്തിൽ എന്നാണ് അർത്ഥം. ബ്രെത്ത് ശ്വാസം, ബ്രീത്ത് ശ്വസിക്കുക, വ്യത്യാസമുണ്ട്. ഹി ബ്രീത്ത് ഡീപ്ലി ബിഫോർ സ്പീക്കിംഗ് അഗെയിൻ, അവൻ ദീർഘശ്വാസം എടുത്തു സംസാരിക്കുന്നതിന് മുൻപ് എന്നാണ് ഈ സെനൻസിൻ്റെ അർത്ഥം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ കണക്ട് ചെയ്ത് കുറേ സെനൻസുകൾ നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് കുറച്ച് സെനൻസുകൾ കാണാൻ സാധിക്കും. ക്യാൻ യു ബ്രീത്ത് ഡീപ്ലി, ദീർഘശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഡു യു ബ്രീത്ത് ഡീപ്ലി വെൻ യു ആർ ടെൻസ് ആൻഡ് ആങ്ക്രി, പിരിമുറുക്കത്തിലായിരിക്കുന്ന സമയത്തും ദേഷ്യത്തിലായിരിക്കുന്ന സമയത്തും നീ ദീർഘശ്വാസം എടുക്കാറുണ്ടോ എന്നാണ് ഈ സെനൻസിൻ്റെ അർത്ഥം. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെനൻസുകളാണ്. ഷീ ഈസ് ബ്രീത്തിങ് ഡീപ്ലി, ഐ തിങ്ക് ഷീ ഈസ് ടെൻസ്, അവൾ ദീർഘശ്വാസം എടുക്കുകയാണ്, എനിക്ക് തോന്നുന്നത് അവൾ പിരിമുറുക്കത്തിലാണ് എന്നാണ്. ഇപ്പോൾ എത്ര എഫക്റ്റീവായിട്ടാണ് നമ്മൾ സെനൻസുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കൂ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ബുക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ PDF ഫയൽസ് ഉപയോഗിച്ച് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കില്ല. PDF ഫയൽസ് വാങ്ങാൻ നിങ്ങൾ മടി കാണിക്കരുത്. വെറും 500 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. സ്ക്രീനിൽ നമുക്കൊരു സെനൻസ് കാണാൻ സാധിക്കും. The child is found, the child was found safe and well. ഈസ് ആണോ വാസ് ആണോ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുക. ഒന്നുകിൽ ഈസ് എന്ന് എഴുതാം അല്ലെങ്കിൽ വാസ് എന്ന് എഴുതാം. ഈ രണ്ടും സാധിക്കുമെങ്കിൽ ഈസ് ബാർ വാസ് എന്ന് എഴുതാം. മെസ്സേജ് അയക്കാൻ മടി കാണിക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണ കാര്യം മറക്കരുത് കേട്ടോ. നിങ്ങൾ എനിക്ക് നൽകേണ്ട സപ്പോർട്ടാണത്. അതുപോലെ തന്നെ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ പ്ലേലിസ്റ്റാണ് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.